ഇക്കാലം അത്രയും കഴിഞ്ഞ 30 കൊല്ലക്കാലമായി പ്രവർത്തിച്ച എന്നെപ്പോലെ ഉള്ള ഒരാളിനെ മാറ്റി പകരം അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾക്ക് സീറ്റ് കൊടുത്തതിലും ഈ പാർട്ടി ഇന്ന് കൂടിയ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോയിട്ട് വലിയ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ച് ഞാൻ പറഞ്ഞപ്പോൾ 4 ജനറൽ സെക്രട്ടറിമാർ കണ്ണൂരിൽ നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ ആയിട്ട് 4 ജനറൽ സെക്രട്ടറിമാർ ഇന്ന് പങ്കെടുത്തു. അവരും എന്നോടൊപ്പം രാജിവെച്ചു. 6 ജില്ലാ പ്രസിഡന്റുമാർ വന്നു, അവരും എന്നോടൊപ്പം രാജിവെച്ചു. ഈ ജില്ലയിലെ പോഷക സംഘടനയുടെയും പാർട്ടിയുടെയും ഭാരവാഹികളായ എന്നോടൊപ്പം ഇന്നോടെ കൂടി ജില്ലയിൽ സംസ്ഥാന തലത്തിലെ ഒരു വിപുലമായ കൺവെൻഷൻ ഉടനെ തന്നെ ഉണ്ടാകും. അപ്പൊ ആ ജില്ലയില് ഇന്ന് ചേർന്ന ആളുകൾ മുഴുവൻ തൽസ്ഥാനങ്ങൾ ജില്ലാ സെക്രട്ടറിമാരുണ്ട്, വൈസ് പ്രസിഡന്റുണ്ട്, കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷുണ്ട്. അങ്ങനെയുള്ള പോഷക സംഘടനകളുടെ ജില്ലാ സെക്രട്ടറിമാര്, ഇപ്പൊ ഇവിടെ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു ലൂക്കുണ്ട്, അനിൽ കുമാറുണ്ട്. ഇങ്ങനെയുള്ള ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ ജില്ലാ ഭാരവാഹികളും തിരുവനന്തപുരം ജില്ലയിലുള്ള ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ഈ പാർട്ടിയുടെ ഈ പ്രതിഷേധം, ഈ പാർട്ടി നയത്തിൻ്റെ എതിരെയുള്ള പ്രതിഷേധം, അതുകൊണ്ട് ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു. ഞങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അടുത്ത നടപടി എന്താണ് എന്ന് ചോദിച്ചാൽ അടുത്ത നടപടിയെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും 5-ാം തീയതി 6-ാം തീയതിയോ വിപുലമായ പാർട്ടി കൺവെൻഷൻ ചേരും. കൺവെൻഷൻ ചേർന്നിട്ട് എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം ചെയർമാനോട് ഇക്കാര്യം പറഞ്ഞു. ചെയർമാനോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഈ ഒരു തീരുമാനം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അല്ല, അദ്ദേഹത്തോട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പുനഃപരിശോധിക്കാനായിട്ട് LDF നേതൃത്വത്തെ സമീപിക്കണം. ഈ ലഭിച്ച സീറ്റുമായി മത്സരരംഗത്ത് പോയാൽ അപകടമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടി കാണത്തില്ല. അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് വിജയസാധ്യതയുള്ള സീറ്റാണ് കടുത്തുരുത്തി എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്.